മനസ്സിന് പിരിമുറുക്കമെന്നോ? അതിപ്പം മാറ്റിത്തരാമല്ലോ ഞാൻ. എൻ്റെ കൂടെ വാ. ഒരു 5 മിനിറ്റ് നേരം വളരെ നിശബ്ദമായി നമുക്ക് ആ പിരിമുറുക്കം മാറ്റിത്തരാമെന്നേ. പതിവ് പോലെ നമ്മുടെ ദീർഘനിശ്വാസത്തിൽ തന്നെ തുടങ്ങാം. ഇപ്പോൾ നിങ്ങളുടെ പിരിമുറുക്കം കുറേയൊന്നും അറിയില്ലേ? ഇനിയും തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മസിലുകളെ നമുക്കൊന്ന് അയക്കാം. നമ്മുടെ തോള്, അതാണ് ഏറ്റവും കൂടുതൽ പിരിമുറുക്കം ഏറ്റെടുക്കുന്ന സ്ഥലം. അതിൻ്റെ ടെൻഷൻ നമുക്കൊന്ന് കുറയ്ക്കാം. മുമ്പിലേക്കൊരു 3 പ്രാവശ്യം അതിനെ ഒന്ന് കറക്കിക്ക്. തോളിനെ നമ്മൾ പിടിച്ചുകൊണ്ട് തന്നെ മുമ്പിലേക്ക് 3 പ്രാവശ്യവും അതുപോലെ തന്നെ പുറകിലേക്ക് 3 പ്രാവശ്യം ഒന്ന് കറക്കിക്ക്. റിലാക്സ് ആക്കൂ ശരീരത്തെ. ഏതെല്ലാം മസിലുകളാണോ പിരിമുറുക്കത്തിലിരിക്കുന്നതിനെല്ലാം നമുക്ക് റിലാക്സ് ആക്കാൻ പറ്റും. നിങ്ങളുടെ പിരിമുറുക്കം അയക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വളരെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയിലേക്കാണ്. കടൽ പോലെയല്ല, തിരമാലകളില്ല കേട്ടോ. വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ. ആ പുഴയുടെ അരികിലേക്ക് നമുക്ക് പോകാം. നമ്മളുടെ ഇമാജിനേഷനാണ്, അതുകൊണ്ട് കണ്ണുകളടച്ചാൽ നിങ്ങൾക്കത് കൂടുതലായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ഈ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണെങ്കിലും ഭാവനയിൽ നമുക്ക് നമ്മളുടെ ആ പുഴയുടെ അരികത്ത് പോയി കുറച്ച് നേരം വെറുതെ ഇരിക്കാം. ആ പുഴയിലെ നിശബ്ദതയിലേക്ക് നിങ്ങളും അറിയാതെ ഒഴുകിപ്പോവുകയാണ്. ആ ഒരു നിമിഷം നിശബ്ദമായപ്പോൾ നമ്മൾ ആ നിശബ്ദതയുടെ ശബ്ദം കേട്ടില്ലേ? ഞാൻ കേട്ടു. നിങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ പറ്റും. കാരണം നിശബ്ദതയ്ക്കുമുണ്ടൊരു ശബ്ദം, പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ളൊരു ശബ്ദമാണ്. നല്ല പോസിറ്റീവ് എനർജി നൽകുന്നൊരു ശബ്ദം. നമ്മളെ എവിടെയോ പിടിച്ചു നിർത്തിയിട്ട് എല്ലാം ശരിയാണെന്ന് നമ്മളോട് പറയുന്ന ഏതോ ഒരു ശബ്ദം. ഐ ആം ഓക്കെ, ഡോണ്ട് വറി. നിശബ്ദത നമ്മളോട് സംസാരിക്കുന്നത് അങ്ങനെയാണ്. ഒന്നുകൂടെ നോക്കൂ പുഴയിലേക്ക്. ആ പക്ഷികളിച്ചിരിക്കുന്ന ശബ്ദം നിങ്ങളൊന്ന് കേൾക്കൂ. ഈ പുഴ ചുറ്റുമുള്ള എല്ലാത്തിനും സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടല്ലേ? പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുമ്പോഴും നമ്മളും അതുപോലെയാണ്. നമുക്കും കൊടുക്കാൻ പറ്റും ശാന്തിയും സമാധാനവും നമ്മുടെ ചുറ്റുമുള്ളവർക്ക്. ഇപ്പോൾ ഈ പുഴയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഈ ശാന്തി, ഈ സമാധാനം, ഈ ശക്തി ഇന്ന് മുഴുവൻ നിങ്ങളെ നിയന്ത്രിക്കട്ടെ. വിഷമതകളൊന്നുമില്ലാതെ തീരുമാനങ്ങൾ എടുക്കാനും, ചിലപ്പോൾ നിങ്ങൾക്ക് അനുയോജിക്കാത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ഒന്ന് നിശബ്ദരായി ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാനും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ശക്തി കിട്ടും. എല്ലാ ദിവസവും ഒരു 10 നിമിഷം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ആ പുഴ ഒഴുകുമ്പോൾ ആ വെള്ളത്തിൻ്റെ ചലനം പലപ്പോഴും നമ്മൾക്ക് കാണാൻ പറ്റില്ല. ഒരു കടലിൽ തിര വരുന്ന പോലെയോ കടലിലെ വെള്ളം അലയടിച്ചു വരുന്നത് പോലെ ഒന്നും പുഴയിൽ നടക്കുന്നില്ല. നമ്മളുടെ മനസ്സും ഈ പുഴ പോലെയാണ് ഒഴുകേണ്ടത്. വെള്ളം ഒഴുകുന്നുണ്ടെന്നേ, നമ്മളുടെ ജീവിതവും ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ ഇപ്പോൾ ചില കൊച്ചു കുട്ടികൾ ഒരു 2 കല്ലെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ വെള്ളം നനങ്ങും. പക്ഷെ പുഴ വീണ്ടും പതിവ് പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കും നിശബ്ദമായി, അല്ലേ? അതുപോലെയുള്ള നമ്മളുടെ പിരിമുറുക്കങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ആ ശബ്ദങ്ങളുമൊക്കെ, അതൊക്കെ നമുക്ക് ഒരു നിമിഷം കൊണ്ട് അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിന് വേണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു കഴിയും, ആ ശക്തിയുടെ സ്രോതസ് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിയും. അതിനാണ് നമ്മളെ മെഡിറ്റേഷൻ, കോണ്ടംപ്ലേഷൻ ഇതൊക്കെ സഹായിക്കുന്നത്. നമ്മൾ ബോധവാന്മാരും ബോധവതികളുമാവുക. ആ തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ താനേ നിശബ്ദരാകും. ആ പുഴ പോലെ ആ പുഴയിലേക്ക് വെറുതെ നോക്കിയിരിക്കുക. എത്ര മനോഹരമായൊരു കാഴ്ചയാണ്. പൂമ്പാറ്റകൾ പറന്നു പോകുന്നുണ്ട്. കൊച്ചു കൊച്ചു പ്രാണികൾ അവിടെ തൻ്റെ ചുറ്റും നല്ല തഴച്ചു വളർന്നു നിൽക്കുന്ന പച്ചയായ ചെടികളിലും പൂവുകളിലും വന്നിരുന്നു പോകുന്നു. എത്ര മനോഹരമായ കാഴ്ച അല്ലേ? അതൊന്ന് ആസ്വദിക്കൂ. ഇന്നത്തേക്ക് ഇത് മതിയാകും. നാളെ നമുക്ക് വീണ്ടും കാണാം. എനിക്കറിയാം നിങ്ങൾ തീർച്ചയായും വരുമെന്ന്. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കരുത് കേട്ടോ.